ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിദാസ് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഈത്തപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈത്തപ്പഴം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. സാധാ വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് പൊടിയായാലും കുഴപ്പമില്ല. അരിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് സോഡപ്പൊടി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുന്നതാണ് സോഡാപ്പൊടി, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു മാവിൻ്റെ പരിവെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ വേണ്ടത്. അതായത് ഒന്ന് തിക്കായിട്ട് വേണം. നമ്മൾ സാധാരണയായിട്ട് ബജിയൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. എങ്കിലും നമ്മൾ ഈത്തപ്പഴം അതിൽ നന്നായിട്ടൊന്ന് മുങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഈത്തപ്പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈത്തപ്പഴം ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈത്തപ്പഴത്തിനുള്ളിലായിട്ട് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈത്തപ്പഴം അതുപോലെ നേരിട്ട് നമുക്ക് വറുത്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിനുള്ളിൽ നമ്മൾ ഇതുപോലെ അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്നിൻ്റെ ഉള്ളിലായിട്ട് ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈത്തപ്പഴം 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനുള്ളിൽ ബദാമും അതുപോലെ തന്നെ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ മാവിൽ മുക്കി പൊരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഈത്തപ്പഴവും മാവിൽ മുക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.